ഹായ്. മൈ വോയിസ് എന്ന് പറയുന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പല വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന് ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരാൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നത് വളരെ അത്ഭുതമാണ്. പക്ഷേ നമ്മളൊരു പിൻതലമുറയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 80 പോട്ടെ 100% ആൾക്കാരും ജീവിച്ചിരുന്നു എന്ന് പോലും നമുക്കറിയില്ല. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ വ്യക്തികൾ അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ആൾക്കാർ പല ജീവിത പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു വന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ജീവിതാനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ നമുക്കിവിടെ വേൾഡ് വൈഡായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മുടേതായിട്ട് അനുഭവങ്ങൾ, ഐഡിയാസുകൾ, നമ്മുടേതായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ നമുക്ക് സാധിക്കും. അത് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഈവൻ നമ്മളെ തന്നെ നമുക്ക് ലോകത്തിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടേതായിട്ടുള്ള നമ്മളിങ്ങനെ ഒരു ആളുണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് ലോകത്തിന് മുന്നിൽ കാണിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് നമുക്ക് ഈ ഒരു നൂറ്റാണ്ടിൽ നമുക്ക് ഉള്ളത്. അത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നമ്മളൊക്കെ മണ്ടന്മാരാണ്. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്. നമ്മൾ ഓരോ വിശ്വാസ സംഹിതയിലാണ് ജനിച്ച് വീഴുന്നത് പലരും. അതിനുശേഷം നമ്മുടെ കൂടെയുള്ള ബന്ധുക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, അങ്ങനെ ഒരുപാട് ആൾക്കാരിൽ നിന്നുകൊണ്ട് കിട്ടുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ അവരിലൂടെ ലഭിച്ചിട്ടുള്ള സ്വാംശീകരിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ജീവിതാനുഭവങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യണം. അതിന് നമ്മൾ മറ്റുള്ള മഹാത്മാരുടെയൊക്കെ ചരിത്രങ്ങളൊക്കെ വായിച്ച് പഠിക്കുകയും അവരെക്കുറിച്ച് മാത്രം പുകഴ്ത്തിയിട്ട് വല്ല കാര്യമുണ്ട്. അപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യണം ലോകത്തോട്. ഞാനെന്ന് പറയുന്ന വ്യക്തിയോട് നമ്മൾ 100% നമ്മൾ ഇന്നതായിരുന്നു എന്നുള്ളത് ഡെഡിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ജീവിതാനുഭവങ്ങളാണ്, നമ്മുടെ വിശ്വാസങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കോപ്പി അടിക്കുന്ന ഒരു സ്വഭാവത്തിലേക്കല്ല പോകുന്നത്. നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ അറിഞ്ഞു, കേട്ടു, മനസ്സിലാക്കി, അതിലെന്തൊക്കെ ചതികളുണ്ടായിരുന്നു, നമ്മൾ ആരെയൊക്കെ ചതിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നിഗൂഢപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ജീവിതാനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, അപ്പോൾ എന്തുമാത്രം ചതികളാണ് മറ്റുള്ളവർ നമ്മളോട് ചെയ്തിട്ടുള്ളത്, നമ്മൾ അത്രയും ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മളൊന്ന് താരതമ്യപ്പെടുത്തുന്നത് നല്ലതാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ. അപ്പോൾ അതിൽ ഈ ചൂഷണങ്ങൾ, നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ജീവിച്ചിരുന്നുള്ള മറ്റുള്ള അടുത്ത തലമുറയിൽ അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്.